ഭഗവത്ഗീതയിലേക്കാണ്. നമ്മൾ 4-ാം അധ്യായത്തിലേക്കാണ് ഇനി കടക്കുന്നത്. 3-ാം അധ്യായം വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങ് അവസാനിപ്പിച്ചു തന്നിരുന്നു. അവസാനിപ്പിച്ചു എന്നല്ല, അതിനെ ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ പാകത്തിന് അങ്ങ് വിശദീകരിച്ച് നൽകി. അടുത്ത 4-ാം അധ്യായത്തിലേക്ക് കടക്കും മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങാം. 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗല്ലേ? ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ് 4-ാം അധ്യായം. ഇപ്പൊ പണ്ട് ഉള്ള ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ വിവരിച്ച കർമ്മയോഗത്തിന്റെ സെയിം തത്വങ്ങള് കൂടുതലായി വിശദീകരിക്കാനും, എന്താണ് അവതാരത്തിന്റെ തത്വം, ചാതുർവർണ്ണ്യം എന്താണ്, കർമ്മങ്ങളും കർമ്മമില്ലായ്മയുടെയും ചെയ്താലും ചെയ്യാണ്ടിരുന്നാലും ഒക്കെ അതിന്റെ രഹസ്യങ്ങൾ എന്താണ്, ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയാം. ഇതിൽ 3 പ്രത്യക്ഷത്തിലുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കാണുക. ഒന്ന് അവതാരത്തിന്റെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് 3ആയിട്ട് ഇപ്പൊ ഒന്ന് ജ്ഞാനം, കാരണം ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്. അപ്പൊ ജ്ഞാനത്തിന്റെ ഒരു സാധനയുടെ അവസ്ഥ, അതാണ് സന്യാസം എന്ന് പറയുന്നത്. ഒന്ന് അവതാരത്തിന്റെ രഹസ്യം, ഒന്ന് ജ്ഞാനം, ഒന്ന് ജ്ഞാനം എങ്ങനെയാണ് ഒരു സാധനയായിട്ട് മാറ്റേണ്ടത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുക. അതില് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വേണമെങ്കിൽ തരംതിരിക്കാം. നമുക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഇന്നത്തെ തരത്തിലുള്ള ജാതിയുടെ ഡിവിഷൻ അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തകളല്ല, വർണ്ണ ചിന്തകളല്ല. ഒറിജിനൽ ആയിട്ടുള്ള പഠിക്കുക, പഠിപ്പിക്കുക, ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ധർമ്മം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്ഷത്രിയന്റെ കഴിവ്. ഈ 2 കാര്യങ്ങളുമാണ് ഈ കർമ്മം, ധ്യാനം എന്ന 2 വാക്കുകളിൽ നമ്മൾ കാണേണ്ടത്. അത് അവതാരങ്ങളും അവതാരങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജീവൻ എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥയും. അപ്പൊ ഒന്ന് കാരണവും ഒന്ന് കാര്യവും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓരോ ശ്ലോകങ്ങൾ വരുന്ന സമയത്ത് ഇത് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഇന്നലെ എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ക്ലാസ്. കേരളത്തിലുള്ള ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ സബ്ജക്റ്റ് തന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. അടുത്ത വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ശരിക്കും ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പ്രാവർത്തികമാക്കുമ്പോഴാണ് ടെക്നോളജി ആവുക. ഇപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, AI എന്ന് പറയുന്നത് അറിവാണ്, ടെക്നോളജി എന്ന് പറയുന്നത് കർമ്മമാണ്. അപ്പോ ഭഗവത്ഗീതയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണ് AI പവേർഡ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. AI എന്ന് പറയുന്ന അറിവ്, ജ്ഞാനം, കർമ്മം എന്ന് പറയുന്ന റോബോട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് AI എംപവേർഡ് റോബോട്ടിക്സ് ആവും. ഇതെന്താണെന്ന് ചോദിച്ചാൽ കർമ്മവും ജ്ഞാനവും കൂടെ പോയാലേ, ജ്ഞാനം കർമ്മത്തിന്റെ കൂടെ പോയാലേ, ആക്ഷന്റെ കൂടെ പോയാലേ അത് ജനങ്ങൾക്ക് ഉപയോഗം. അത് സന്യാസവും കൂടി വരുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ. ആ സന്യാസം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഒരു അറിവിലേക്ക് വരുമ്പോൾ ഈ 4-ാമത്തെ ചാപ്റ്ററായി. അതാണ് ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇപ്പോ ശ്ലോകങ്ങൾ വഴി പോവാം, അതായിരിക്കും നല്ലത്. ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഭഗവാൻ സംസാരിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനിരിക്ഷ്വാഗവേ ബ്രവീത്. ചരിത്രമാണ് പറയുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നത് ചരിത്രമാണ്. എന്താ ചരിത്രം? ഞാൻ അല്ല ഇത് പറയുന്നത്. ഇപ്പൊ ആന്റിക്വിറ്റി ഓഫ് ഭഗവത്ഗീത എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ കാലം ഏത് കാലം മുതൽ എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ബ്രഹ്മാവ്, ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവിലാണ് തുടക്കം എല്ലാത്തിൻ്റെയും. അത് മരീചിയോട് പറഞ്ഞു, മരീചി കശ്യപനോട് പറഞ്ഞു, കശ്യപൻ സൂര്യനോട് പറഞ്ഞു, ആ സൂര്യൻ മനുവിനോട് പറഞ്ഞു, ഇക്ഷ്വാഹു വംശത്തിലെ രാമൻ ആ അവസ്ഥയിലേക്ക് ഇങ്ങനെ വരുന്ന അതിന്റെ തുടക്കമാണ് കൃഷ്ണൻ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയപ്പെടുന്നത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുള്ളത് ആരാണ്? സൂര്യൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് മനുവിനോടാ പറഞ്ഞത്. എന്നിട്ട് ശ്രദ്ധയില്ലാണ്ട് അതൊക്കെ ഡയലൂട്ടായി പോയി, ഇല്ലാതായി പോയതാണ്. അവ്യയം ഇമം യോഗം, നാശമില്ലാത്തതായ ഈ യോഗത്തെ. ഇതിന് നാശമില്ല എന്നാണ്. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവാണ്, അവ്യയം എന്ന് പറഞ്ഞാൽ ചെലവില്ലാത്തതാണ്. ഇമം യോഗം, ഈ യോഗത്തെ ചെലവില്ലാത്തതാണ്, നശിക്കാത്തതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്ത് പറ്റിയിട്ടുണ്ട്? അഹം വിവസ്വതേ പ്രോക്തവാൻ, ഞാൻ സൂര്യനായിക്കൊണ്ട് ഉപദേശിച്ചു എന്നാണ്. ഞാൻ സൂര്യവംശജനാണ്, രാമനും സൂര്യവംശജനാണ്, മനുവും സൂര്യവംശജനാണ്, ഇക്ഷ്വാഹുവും സൂര്യവംശജനാണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള നമുക്ക് ഉണ്ട് പണ്ട്. എങ്ങനെ വന്നിട്ടുണ്ട്? വിവസ്വാൻ മനവേ പ്രാവ, സൂര്യൻ മനുവിനെ ഉപദേശിച്ചിട്ടുള്ളതാണ്. മനു ഇക്ഷ്വാകുവേ ബ്രഹ്മവേദ്, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചിട്ടുള്ളതാണിത്. അല്ലാതെ ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് എനിക്കല്ല എന്നർത്ഥം. പക്ഷെ ഇതുപോലെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതുപോലെയല്ല പറഞ്ഞത്. കാതൽ ഇതുപോലെയാണ്, കഥ കുറച്ച് മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. ഇതേ സംഭവം നമ്മൾ 7ാമത്തെ അധ്യായത്തിലും കാണാൻ പോകുന്നുണ്ട്, 15ാമത്തെ അധ്യായത്തിലും കാണാൻ പോകുന്നുണ്ട്. 15-ൽ 12, 7, 8 ഇത് അതുപോലെ കാണും നമ്മൾ. ഭഗവാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ശ്ലോകാസ് 41 ശ്ലോകവും ഭഗവാന്റെയാണ്. ഒരു ശ്ലോകം മാത്രമേ അർജുനന് കൊടുത്തിട്ടുള്ളൂ. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തില് നല്ലോണം മനക്കെട്ടിട്ടുണ്ട് ഭഗവാൻ. അർജുനന് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും വന്നില്ല. കാരണം വലിയ ചോദ്യം ചോദിക്കാൻ പറ്റാത്ത തരത്തിലാണ്, പ്രാക്ടിക്കൽ നോളജാണ് ഭഗവാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തുടങ്ങുന്നത് തന്നെ ഭഗവാനാണ്, മറ്റ് ശ്ലോകങ്ങൾ പോലെയല്ല. മറ്റുള്ളതിലൊക്കെ പറഞ്ഞ കഥ കേട്ടിട്ട് ഇനി എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കർമ്മത്തിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് തോന്നുന്ന, അതില്ലെങ്കിൽ അത് തീരാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന, ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന, ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഭഗവാൻ ഇവിടെ പറയാൻ നല്ലപോലെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, സാധിച്ചിട്ടുണ്ട്. അത് എത്താത്തുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം, അത്രേ പറയാൻ പറ്റും. ഭഗവാന് ശ്രമമില്ല, കർമ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്തൻ ആവാൻ എന്തൊക്കെ നോംസ് ആണ് വേണ്ടത്, ആ നോംസ് ഒക്കെ നമ്മൾ ഏറ്റെടുത്താൽ ഭഗവാൻ പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അടുത്തത് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യുഗത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ വീണ്ടും തുടരുകയാണ്. ഏവം പരമ്പരാ പ്രാപ്ത മിമം രാജർഷയോ വിദുഹു സകാലേ നേഹ മഹദാ യോഗോ നഷ്ട പരന്തപ. യോഗോ നഷ്ട പരന്തപ. അർജുന, ഇങ്ങനെ പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ളത്, പരമ്പരയായിട്ട് വന്നിട്ടുള്ളതാണ് ഈ യോഗത്തെ. ഏത് യോഗമാണ്? ജ്ഞാനയോഗമല്ല, കർമ്മയോഗമാണ്. കാരണം ഡ്യൂട്ടിയാണ് പ്രാധാന്യം. എന്താ കാരണം? ഇവിടെ രാജർഷികൾക്കാണ് പറഞ്ഞിട്ടുള്ളത്, ബ്രഹ്മർഷികളല്ല. അത് അറിഞ്ഞിരുന്നു ആര്? രാജർഷികൾ. രാജാക്കന്മാർക്ക് കൃത്യമായിട്ട്, രാജാക്കന്മാരൊക്കെ ഋഷിമാരാണ്, അതാണ് രാജർഷിമാര്. ആ യോഗം കുറേ കാലം കൊണ്ട് ഇവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിട്ടെന്ന് പറയാറുണ്ട്. കുറെ പ്രാവശ്യം കോപ്പി ചെയ്യുമ്പോൾ പോകും. അത് എത്ര പ്രാവശ്യം കേട്ടാലും കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. ഈ യോഗം ഇത്രയും കാലം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ ഡയലൂട്ടായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പരന്തപ, ഇവിടെ വിളിക്കുന്ന പേര് നോക്കൂ, പരന്തപ. അർജുന എന്നാണ്, തപനും കൂടിയാണ്, പരന്തപനാണ്. നീ തപിക്കുന്നവനാണ്, ഉള്ളിന്റെ ഉള്ളില് ആ തോന്നല് തപിക്കുന്നവരാണ്, അർജുനനാണ്. ഏ അർജുന, ഏവം പരമ്പരാപ്രാപ്തം, ഇപ്രകാരം പരമ്പരയായിട്ട് ഉപദേശിക്ക് പറഞ്ഞിട്ടുള്ള ഇമം രാജർഷയ വിദുഹു, ഈ രാജർഷിമാരിലെ യോഗികളായിട്ടുള്ള പലരും പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ്. സയോഗ, ആ യോഗം ഏതാണോ കർമ്മയോഗം, ആ യോഗം എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മയോഗം തന്നെയാണ്.
ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്നുണ്ടെങ്കിലും സന്യാസ യോഗവും അല്ല ജ്ഞാനയോഗവും അല്ല, ഇവിടെ കർമ്മയോഗം തന്നെയാണ്. കാരണം മൂന്നാമത്തെ അധ്യായത്തിലെ കർമ്മയോഗത്തിന് ഒന്നും കൂടി 2ഉം 3ഉം കൂടി ചേർത്തിട്ട് 4ാമത്തേതിന്റെ കൂട്ടിച്ചേർത്ത് അവസാനം മോക്ഷ സന്യാസ യോഗത്തിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പിലേക്കാണ് കൊണ്ടുവന്നു. ഓരോന്ന് ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ ആ യോഗം മഹതാ കാലേന കുറേ കാലങ്ങൾ കൊണ്ട് കുറെ കാലങ്ങൾ കൊണ്ട് ഇഹ നഷ്ട ഇവിടെ നഷ്ടമായി എന്ന് വെച്ചാൽ ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, വേറെ എവിടുന്നെങ്കിലും നമ്മൾ കൊണ്ടുവന്നതല്ല, ഇവിടുത്തെ പാരമ്പര്യം തന്നെയാണ് എന്നും കൂടി പറയുന്നുണ്ട് ഭഗവാൻ. പോരെ. അടുത്തത് ഭഗവത്ഗീത 4ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 3ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഇത് രഹസ്യമാണ്, പക്ഷെ എല്ലാവർക്കും ഉപകാരമുള്ളതാണ്, ഉത്തമവുമാണ്. ഹി ഏതത് രഹസ്യം ഉത്തമം എന്നാണ്. ഇത് 2 തരത്തിൽ കാണണം. രഹസ്യമാണെന്ന് കാണണം, വെച്ചാൽ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കൊടുക്കണ്ട, കുറച്ച് രഹസ്യമാണ്, അത്യാവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി. പക്ഷെ അത് വളരെ ഗുണമുള്ളതാണ്. അത് ആര് കേൾക്കണം? അപ്പോ ഭക്തന്മാര് കേൾക്കണം. പിന്നെ ആര് കേൾക്കണം? എന്റെ ഫ്രണ്ട്സ് കേൾക്കണം, സഖാക്കന്മാരൊക്കെ കേൾക്കണം. അർജുനനെ കൃഷ്ണൻ സഖാവ് എന്നാണ് വിളിച്ചിരിക്കുന്നത് പല സ്ഥലത്തും. സഖാക്കന്മാര് കേൾക്കണം. ആ യോഗങ്ങൾ ഇപ്പോഴ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? നിനക്കായിട്ട് ഞാൻ ഉപദേശിക്കുന്നു, പക്ഷെ നിനക്ക് മാത്രമല്ല, വായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്താ കാരണം? ഇത് രഹസ്യമാണ്, ഉത്തമമാണ്. ആർക്കാ ഉത്തമം? സഖാക്കന്മാർക്ക്. സഖാ എന്നാണ് അവിടെ മുകളിൽ വെച്ച് 3ാമത്തെ ലൈനിൽ ലാസ്റ്റ് സഖാ ചേതി എന്നാണ്. അത് സഖാവിന് പറയാണ്ടോ? ഓക്കെ. ത്വം ഏവ ഏതൊക്കെയാണ്? ത്വം മേ ഭക്താഹ, ആരൊക്കെയാണോ എന്റെ ഭക്തന്മാര്. പിന്നെയോ സഖാച അസി ഇതി, ആരാണോ എന്റെ സഖാക്കന്മാര്, ആരാണോ ഞാനുമായിട്ട് സഖ്യമുള്ളവര്. അതുകൊണ്ട് സഖാക്കന്മാരെന്ന് വിളിക്കുമ്പോൾ നമുക്ക് ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. സഖാക്കന്മാരൊക്കെ ഭഗവാന്റെ അടുത്ത ആൾക്കാരാണ് എന്നതുകൊണ്ട് എന്ത് ചെയ്യണം? പുരാതന എന്താ സഖാവ് എന്നാണ് നമ്മൾ എല്ലാവരും വിളിക്കേണ്ടത് തന്നെയാണ്. ഭഗവാനെ വിളിക്കേണ്ടതും സഖാവ് എന്നാണ്. സഖാവ് കൃഷ്ണൻ. പുരാതന സ അയ യോഗ ഏവ, പുരാതനമായ ആ യോഗത്തെ തന്നെ എപ്പ പറഞ്ഞു കൊടുക്കുന്നു? ഇപ്പോ നിനക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു. പറഞ്ഞു തരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആലോചിച്ചൊക്കെ, നമ്മൾ പലപ്പോഴും ഉപദേശമായിട്ടാണ് കരുതുക. ഇതൊന്നും ഉപദേശമല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഞാൻ ഉപദേശിക്കാനൊന്നും ആളല്ല എന്നുള്ളതാണ്. അതെന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ പറയുന്നു. പ്രോക്തഹ എന്നാണ്. ആര് പ്രോക്തഹ? ആരോ പറഞ്ഞിട്ടുള്ള സംഭവം. അദ്യ തേ മയ പ്രോക്തഹ, ഇപ്പം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എന്റേതല്ല സഖാവേ. കുറേ കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള അതേ സംഭവങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും നിനക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അർജുനന്റെ ചോദ്യം വരുന്നുണ്ട്. അടുത്ത അർജുനന്റെ ചോദ്യമാണ്. കാരണം ഭക്തൻ എന്നൊരു വാക്കും സഖാവ് എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോ അർജുനന് കുറച്ച് ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ടാവും. ഇതെന്ത് സംഭവം, എന്തിനാ ഇങ്ങനെ പറയണമെന്നൊക്കെയാണ് തോന്നുന്നത്. അടുത്തത് ഭഗവത്ഗീത 4ാം അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകമാണ്. ഇത് മാത്രമാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്, അല്ലെ? ഈ ഒരു അധ്യായത്തിൽ ആണെന്ന് എന്റെ ഓർമ്മ. ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. അതെ, ഞാനും അതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓർത്ത് നോക്കിയിട്ടില്ല. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം തമാധൗ പ്രോക്തവാനിതി. ഇത് അങ്ങയുടെ ഈ ജന്മം കൊണ്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാലത്ത് നടക്കുന്ന സംഭവമാണല്ലോ. സൂര്യന്റെ ജന്മം എന്നൊക്കെ പറയുന്നത് ഈ 198 കോടി വർഷങ്ങൾ മുമ്പ് നടക്കുന്ന സംഭവമാണ്. ആ കാലത്തും ആദ്യകാലത്തും സൂര്യൻ ഉപദേശിച്ചു, ആരുപദേശിച്ചു? അങ്ങ് ഉപദേശിച്ചു എന്നാണ്. അങ്ങെന്ന് പറഞ്ഞാൽ വിഷ്ണു. അങ്ങയുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഇത് വെറുതെ കള്ളത്തരം പറയുന്നതാണെങ്കിലോ? ഇത് പാരമ്പര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു കാണിക്കുന്ന അങ്ങനെ കുറെ കള്ളന്മാരുണ്ടായിട്ടില്ലേ? കൊച്ചിയിലൊക്കെ ഒരാളെ പിടിച്ചിട്ടില്ല, ഇത് പഴയ വാളാണ്, ഇപ്പൊ അത് പഴയ ശൂലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നത്. അപ്പൊ ഇത് കൃഷ്ണനെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? അർജുനന്റെ ചോദ്യം വളരെ പെർഫെക്റ്റ് ആണ്.
ഇത് പഴയതാണെന്ന് പറഞ്ഞിട്ട് തരുവാണ്. പക്ഷെ പഴയതാണെന്ന് ഇപ്പൊ എനിക്കെങ്ങനെ മനസ്സിലാവുക, കൃത്യമായിട്ട് പറയും. ഇത് കണ്ടന്റ് അല്ല ഇവിടെ പറയുന്നത്. പാരമ്പര്യം പറഞ്ഞപ്പോ പാരമ്പര്യത്തിലാണ് ചോദ്യം. കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ അർജുൻ അതുപോലെ ഏറ്റെടുത്തേനെ. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ആധികാരികത ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് പഴയ ജന്മത്തിന്റെ കഥയൊക്കെ പറഞ്ഞത്. അപരം, വളരെ പണ്ടുള്ളത്. ഭവതോ ജന്മ, പഴയ ജന്മത്തില്. ഭവത ജന്മ അപരം, അങ്ങയുടെ ജന്മം ഇപ്പോഴുള്ളതാണ്. പരജന്മവും അപരജന്മവും ഉണ്ടല്ലോ, ഇപ്പോഴുള്ള ജന്മമാണിത്. ആ കാലത്ത് വിവസ്വതേ ജന്മ പരം, സൂര്യന്റെ ജനനം വളരെ മുമ്പുള്ള ഒരു സംഭവമാണ്. ഇപ്പോഴത്തേതും സൂര്യന്റെ 198 കോടി വർഷങ്ങൾ ഭൂമിയുള്ള കാലത്ത്. അതിനു മുമ്പ് സൂര്യൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ആ ഭൂമിയിൽ ഉണ്ട കാലത്തിന്റെ മുമ്പുള്ള ഏതോ ഒരു കാലത്താണ് സംഭവം പറയുന്നത്. ത്വം അതൗ ഏതത്, ആ ആദ്യകാലത്ത് നടന്നിട്ടുള്ള പ്രോക്തവാനിതി, ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങ് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. പ്രോക്തവാൻ, പ്രോക്തഹ, പ്രോക്തവാൻ. ആര് പ്രോക്തഹ? കൃഷ്ണൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കഥം വിജാനീയാം, അത് എങ്ങനെ എനിക്ക് മനസ്സിലാക്കും, ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് കൃഷ്ണനെ കുറച്ച് മനക്കെടേണ്ടി വന്നത്. കാരണം ഇത് പാരമ്പര്യം ഫുൾ പറയണം, എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറയണം. അതുകൊണ്ടാണ് കുറെ മനക്കെട്ടിട്ട് കംപ്ലീറ്റ് സംഭവം പറഞ്ഞത്. അതിപ്പോ എല്ലാ കാര്യങ്ങളും പറയും. ഏത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ടല്ലോ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ. നമ്മൾ ഓരോ വിത്തുണ്ടാവുന്നതും വളമുണ്ടാവുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഈ ജ്ഞാനത്തിന്റെ കർമ്മമായിട്ട് മാറ്റണം. ആ കർമ്മം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിനെ ജ്ഞാനത്തോടു കൂടി ഭക്ഷണം കഴിക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം എന്നൊരു വലിയൊരു ബേർഡനും ജ്ഞാനം എന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയും രണ്ടുമില്ലാതെ അടുത്ത യോഗത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇപ്പൊ ചെയ്തിട്ടുള്ളത് എന്താണ്? ജ്ഞാന കർമ്മ സന്യാസ യോഗമാണ്. എന്നിട്ട് ഈ 40 ശ്ലോകവും പറഞ്ഞു തീരുമ്പോഴത്തേക്കും കർമ്മവും മറന്നോ നീ, ജ്ഞാനവും മറന്നോ നീ, എവിടെ എത്തണം? സന്യാസത്തിലേക്ക് എത്തണമെന്നാണ്. അപ്പൊ അടുത്ത അധ്യായമായിട്ടുള്ള 5ാമത്തെ അധ്യായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കർമ്മത്തെയും ജ്ഞാനത്തെയും പ്രാധാന്യമുള്ളതല്ല, സന്യാസമാണ് പ്രാധാന്യം എന്ന് കാണിക്കണം. കാരണം ഭക്ഷണം കഴിക്കുന്നതല്ല പ്രാധാന്യം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല പ്രാധാന്യം, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. സന്യാസത്തിനാണ് പ്രാധാന്യം. ആ 18ാമത്തെ അധ്യായത്തിലെ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം സന്യാസത്തിലേക്കെങ്കിലും എത്തണം, എന്നിട്ട് വേണം മോക്ഷത്തിലെത്തിക്കാൻ. അപ്പൊ 5ാമത്തെ അധ്യായത്തില് നമ്മളെ സന്യാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ബേസ് ഇട്ടുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു അധ്യായമാണ് ഈ ജ്ഞാന കർമ്മ സന്യാസ യോഗം. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അർജുനന് ഏകദേശം മനസ്സിലാവും എന്ത്, ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നൊന്നും ബാധകമല്ല. ഏറ്റവും അറിയേണ്ടത് ഏത് ഭാവത്തിലാണ് ഇത് അറിയേണ്ടത്, ആ ഭാവത്തിൽ ഞാൻ അറിയണം. ഭക്ഷണം കഴിക്കുന്നതിനല്ല പ്രാധാന്യം, ആര് തന്നു എന്നുള്ളതല്ല പ്രാധാന്യം, എത്ര കഴിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം, എന്തിനു വേണ്ടിയാണ് ഇത് കഴിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ആ കർമ്മത്തിന് സന്യാസത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരിക. അതുകൊണ്ട് കർമ്മത്തിന് അത് ഉണ്ടാവണം എന്ന് അർജുനനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജ്ഞാന കർമ്മ സന്യാസ യോഗം. എന്ത് നല്ലൊരു ചാപ്റ്ററാണ്. അതാണ് പറഞ്ഞത്, ഭഗവത്ഗീതയുടെ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ ജ്ഞാനവും കർമ്മവും ഒക്കെ അടിച്ചു തെറിപ്പിച്ച് സന്യാസത്തിലേക്ക് എത്തിപ്പിക്കുന്നതാണ് ഈ. അതുകൊണ്ടാണ് അത് സന്യാസ യോഗത്തിന്റെ അടുത്ത ചാപ്റ്റർ. അതിനു മുമ്പ് ജ്ഞാന കർമ്മ സന്യാസ യോഗം. എന്ത് രസകരമായിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെയാണ് പുസ്തകം എഴുതേണ്ടതെന്നാ പഠിക്കുക. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. അടുത്തത് ഭഗവത്ഗീത 4ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 5ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. എന്തുകൊണ്ടാണ് പരന്തപ നീ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ലോജിക്കാണ് പറയുന്നത്. എന്താ ലോജിക്കത്? ഹേ പരന്തപ, എനിക്ക് വിവരമില്ല, എനിക്ക് വിവരമുണ്ട്, അത്രയും വ്യത്യാസം. എനിക്ക് ഈ ഒരു അർജുനൻ എന്ന് പറയുന്നത് ഒരു അറിവിന്റെ ആളാണ്, അറിയാൻ ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് നീ ചോദിക്കുന്നത് കൊള്ളാം.
എന്തുകൊണ്ടാണ് കാരണം? അതുകൊണ്ട് കുറെ പഠിക്കാനുണ്ട് മോനെ എന്നാണ് ഇതിന്റെ അർത്ഥം. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ബുദ്ധിയും അറിവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. ബുദ്ധി എന്ന് പറയുന്ന അറിയാനുള്ള കഴിവാണ്, അതുണ്ട് തനിക്ക്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. പക്ഷെ അറിവ് വേണമെങ്കിൽ നമ്മുടെ പാരമ്പര്യം പൂർണ്ണമായിട്ടും പഠിക്കണം. പാരമ്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യാം, പക്ഷെ പാരമ്പര്യം പഠിക്കുകയാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കേണ്ടതാണ് നമ്മുടെ പാരമ്പര്യം എന്നും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. എന്താണ് കാരണം? അർജുന ഹേ പരന്തപ മേ തവ ച ബഹുനി. നമ്മൾ പല 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 ഘട്ടങ്ങളില് എനിക്കും തനിക്കും മേ തവ എനിക്കും തനിക്കും ഒക്കെ ബഹൂനി കുറെ അനേകമനാകം എന്ത് വന്നിട്ടുണ്ട്? ജന്മാനി വൃതിതാനി. ജന്മങ്ങൾ കുറെ വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. താനി സർവാണി അഹം വേദ. അതെല്ലാം ആരറിയുന്നു? സ്ഥാനി, ഞാൻ അറിയുന്നു. സർവാണി, ഞാൻ സർവാണിയാണ്, എല്ലാം അറിയുന്ന ആളാണ്. അഹം വേദ, കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ പരന്തപ തന്റെ കാര്യം എന്താണ്? ത്വം ന വേദ, താൻ അത് അറിയുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചതില് കുറ്റമില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോഴും പറഞ്ഞല്ലോ, അറിവില്ലാത്തത് കൊണ്ടാണ് അറിവുണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് കുഴപ്പമില്ല ചോദിക്കുന്നതിൽ, എന്നാൽ നീ അറിയുന്നില്ല, നിന്നെ അറിയിക്കുകയാണ് ഇതിലൂടെ ഞാൻ ചെയ്യുന്നത് എന്നാണ്. വളരെ വ്യക്തമാക്കി തന്നു. അടുത്തത് ഭഗവത്ഗീത 4-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. അജോബി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഇതില് രണ്ട് ശ്ലോകങ്ങളിലും അപി എന്ന് പറയുന്നുണ്ട്. അജോ അപി, ഭൂതാനാം ഈശ്വരോ അപി. ഇപ്പൊ ഈ സമയത്ത് അജ അവ്യയക്മാ സൻ അപി, ജനിക്കാത്തവനും ജനിച്ചവനും നാശമില്ലാത്തവനും ഒക്കെ ഉണ്ട്. ഭൂതാനാം ഈശ്വര സൻ അപി, ജീവികളുടെ എല്ലാം ഈശ്വരന്മാരാണെങ്കിലും ഇപ്പോ സ്വാം പ്രകൃതിയും അധിഷ്ഠായ, പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആത്മ മായയാ സംഭവാമി, സ്വയം മായാശക്തിയാൽ ഞാൻ ജന്മമെടുത്തിരിക്കുക. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടെങ്കിലും ഇപ്പൊ അല്ല, ഞാൻ പണ്ടേ ഉള്ളതാണ്. ജന്മമെടുത്തു എന്നേ ഉള്ളൂ. ഇപ്പൊ അത് എപ്പോ എടുക്കുന്നു? സംഭവാമി. നമ്മൾ ഏറ്റവും വലിയ ശ്ലോകം ഭഗവത്ഗീതയിൽ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നില്ലേ, അതിന്റെ തുടക്കം ഇവിടെയാണ്. സംഭവാമ്യ ആത്മമായ, ഞാൻ ഇടക്ക് ഇങ്ങനെ ഈ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളെല്ലാം ഓരോ സമയത്ത് മരണവും ജനനവും ഒക്കെയായി പ്രകൃതിയെ ആശ്രയിച്ച് ഓരോ കാലത്ത് ഓരോ മായയുടെ ഭാഗമായിട്ട് ജന്മെടുക്കുന്നത് പോലെ ഞാനും ഇപ്പൊ ജന്മെടുത്തതാണ്. തന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അത് അറിയുന്നില്ല താൻ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ എന്റെ കാര്യം എന്താണ്? ഞാനും ഇങ്ങനെ ജന്മെടുത്ത് ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഈ അർജുനൻ ഇതൊന്നും കുറെ പ്രാവശ്യം കേട്ടിട്ടില്ല. നമ്മളൊക്കെ ഇത് കുറെ പ്രാവശ്യം കേട്ടു. കാരണം ഭഗവത്ഗീത അർജുനൻ ആദ്യമായിട്ടാ കേൾക്കണത്. ഈ ജന്മങ്ങളും പിന്നെ ജന്മം ഉണ്ടാവും, ഒരു ജന്മം. രാമന്റെ കഥ പോലും ചിലപ്പോൾ അർജുനൻ കേട്ടിട്ടുണ്ടാവില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പാവത്തിന്. അതുകൊണ്ട് അർജുനൻ വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് വളരെ ഇയാളെന്തപ്പോ ഇങ്ങനെ ചോദിക്കണം, ഇത്രയും വിവരമില്ല എന്ന് നമുക്ക് തോന്നും. നമുക്കിത് കുഴപ്പമില്ല, കാരണം നമ്മൾ ഭഗവത്ഗീത 1000 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അർജുനനെ നമ്മൾ ഇൻഫീരിയർ ആയിട്ടൊന്നും കാണണ്ട. ഈ പൂർവ്വജന്മ ഇതൊന്നും അറിയാത്ത, ഏതെങ്കിലും ഇതുവരെ ഭഗവത്ഗീത ഒന്നും കേൾക്കാത്ത കുറെ ജനങ്ങൾ ഉണ്ടാവും ലോകത്ത്. അവരും ചോദിക്കുന്ന പോലെ കരുതിയാൽ മതി. അപ്പൊ നമുക്ക് വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്, ഭാരതത്തിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട്. ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തി, ഇന്നത്തെ കാലത്ത് ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തി. അതെ, അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതെന്തിനപ്പോ അർജുൻ ഇത്രയും വിവരമില്ലേ, പൂർവ്വജന്മങ്ങൾ ഉണ്ടായി എന്ന് ഇയാൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ അവസ്ഥയിലെ അർജുനനെ കാണാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, ഒന്നും അറിയാത്തവൻ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുകയാണ്. അല്ലാതെ ഇയാൾക്കൊന്ന് ആപ്പ് വെക്കാൻ വേണ്ടി ഇപ്പൊ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അത്തരം ചോദ്യങ്ങളല്ല. എനിക്ക് അറിയാം എന്ന് ഇയാൾ എന്താ പറയാൻ നോക്കട്ടെ, അങ്ങനല്ല. അപ്പൊ ഭഗവാൻ സ്വന്തം ഇച്ഛ അനുസരിച്ചിട്ടാണ്, അവനവന്റെ ഇഷ്ടമനുസരിച്ചിട്ട് ജന്മം എടുക്കുന്ന ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, ഉപാധികളൊന്നുമില്ല, സ്വതന്ത്രമായിട്ട്
അവതാരം വരുന്ന ഒരു അവതാരമാണ്. പക്ഷെ ബാക്കി ജീവികളൊക്കെ വരുന്നത് എങ്ങനെയാണ്? കർമ്മവും അതിന്റെ ഫലവും അതിന്റെ മായയും അതിന്റെ അധീരരായിട്ടുള്ള അസ്വാതന്ത്ര്യത്തോടു കൂടി ജനിക്കുന്നവരാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഈ പ്രകൃതിയില് അതിന്റെ അധിഷ്ഠിതമായിട്ട് ജനിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജന്മത്തിന് ഒരു വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. എന്താണത്? ഞാൻ സ്വതന്ത്രമായിട്ട് ജന്മം എടുക്കുന്ന ഒരാളാണ്. വേണ്ടപ്പോ എടുക്കാം, വേണ്ടപ്പോ വേണ്ട നോക്കാം. പക്ഷെ നിങ്ങൾക്കൊന്നും അതിന്റെ ഒരു യോഗ്യതയില്ല. ഈ വ്യത്യാസം വളരെ കൃത്യമായിട്ട് ഈ ശ്ലോകത്തിന്റെ ഇടയിലൊക്കെ സ്വപ്രകൃതിയെ ആശ്രയിച്ച് എന്നാണ് കാണേണ്ടത്. സ്വാം പ്രകൃതിയും അധിഷ്ഠായ എന്ന് പറഞ്ഞ അർത്ഥം സ്വപ്രകൃതി അനുസരിച്ചിട്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും, നമുക്കങ്ങനെ സാധിക്കില്ല. അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പിന്നെയും ജന്മം എടുക്കുന്നത്. അല്ലാതെ വേണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന രൂപത്തിലല്ല കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നാലും കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഥ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുപോലെ ഓരോരാൾക്കും ആ രൂപത്തിൽ മനസ്സിലായാൽ മതി എന്നുള്ള അർത്ഥവും ഇതിനകത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പോലെ അല്ല ഇയാൾ മനസ്സിലാക്കുക. അതായത് ഒരു ഫസ്റ്റ് ടൈം വായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തോടു കൂടി വേണം നമുക്ക് കേൾക്കണം. അതെ, അതല്ലെങ്കിൽ നമ്മൾ അർജുനനെ പിന്നെ എന്താ ഡിമെറിറ്റ് പ്രജഡിസുകളോട് കൂടി മുൻവിധിയോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കരുത് എന്നാണ്. അത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ ഇത് പിന്നെ 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 മനസ്സിലാക്കിയതാണ്. ആദ്യം മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ ചോദിക്കണം, പിന്നെ മനസ്സിലായത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം കേട്ടിട്ടില്ല, പാവം. വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞത്. അടുത്തത് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായം, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം. ഭഗവത്ഗീതയിലല്ല, ഭഗവത്ഗീതയല്ല, ലോകത്ത് തന്നെ. കറക്റ്റ്. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായ വാക്ക് ഗീത. ഭഗവത്ഗീതയിലെ നമ്മൾ ഭഗവാന്റെ വാക്കായിട്ട് ഏറ്റവും അറിയപ്പെടുന്ന ശ്ലോകമാണ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകമാണ് അതിപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങൾ. ഭഗവാൻ തുടരുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതഃ അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. അത് ഈ നേരത്തെ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആകുമ്പോഴേ നമുക്ക് അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ ജനിക്കുന്നത് നമുക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ തോന്നിയിട്ട് നമ്മൾ ജന്മം എടുക്കുന്നതല്ലല്ലോ. ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ കുഴപ്പമുണ്ടെന്ന് തോന്നുമ്പോൾ അപ്പ ഞാൻ വരും എന്ന് പറയണമെങ്കിൽ അത് എന്റെ കൺട്രോളിലാണ്, എന്റെ സ്വാതന്ത്ര്യത്തിലാണെന്നുള്ളൊരു പ്രീ ടെക്സ്റ്റ് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകം പറയുന്നത്. അതല്ലെങ്കിൽ അർജുനൻ വിചാരിക്കും എന്നാ എനിക്കിപ്പൊ പോവാ, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാലോ, ഞാൻ പിന്നെ വരാലോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റും? അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം നിന്റെ പണി നിന്റെ കൺട്രോളിലല്ല, എന്റെ പണി എന്റെ കൺട്രോളിലാണ്. അത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഭാരത, അല്ലയോ ഭാരത. ഇവിടെ ആ കർമ്മത്തിന്റെ പ്രാധാന്യമാണ്. എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട്, അതുപോലെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ താൻ നിൽക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിക്ക് ഇക്വലന്റ് ആയിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ്. അല്ലയോ അർജുന, യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിഹി. എവിടെയാണോ എപ്പോഴാണോ ധർമ്മത്തിന് എങ്ങനെയാണോ എന്നൊന്നും ആലോചിക്കണ്ട. ഏതെങ്കിലും തരത്തില് എവിടെയെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോ അധർമ്മസ്യ അഭ്യുത്ഥാനം ഭവതി. അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുകയും ധർമ്മത്തിന് താഴ്ച ഉണ്ടാവുകയും അധർമ്മസ്യ അഭ്യുത്ഥാനം ഭവതി. എപ്പോഴാണോ ഉയർച്ച ഉണ്ടാവുന്നത് തഥാ തഥാ അഹം, ആ സമയത്തൊക്കെ ഞാൻ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴും അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുമ്പോഴും, ഇത് രണ്ടും നടന്നിട്ടുണ്ട് ഇവിടെ. അതാണ് കുഴപ്പം. ഒന്ന് മാത്രം ഉണ്ടായാലും ഞാൻ വരും. ഇത് രണ്ടും നടക്കുന്ന ഈ സമയത്ത്, അതുകൊണ്ടാണ് രണ്ട് സമയത്ത് തഥാ തഥാ അഹം എന്ന് പറഞ്ഞത്. ആ രണ്ട് സമയത്തും ആ രണ്ടും വന്നിട്ടുള്ള ഈ സമയത്ത് പ്രത്യേകിച്ചും ഞാൻ വരണം. ഇതിങ്ങനെ തന്നെ കാണണം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. പലരും ഈ വാക്ക് കാണാറില്ല. മൂന്നാമത്തെ ലൈൻ അഭ്യുത്ഥാനം അധർമ്മസ്യ. എവിടെയാണോ അധർമ്മത്തിന് വലിയ മേന്മ കാണുന്നത്,
എവിടെയാണോ ധർമ്മത്തിന് വീഴ്ച കാണുന്നത്, തഥാ തഥാ അവിടെയൊക്കെ, തഥാത്മാനം ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരാ, തഥാ അഹം അവിടെയൊക്കെ ഞാൻ, ആ രണ്ട് സ്ഥലത്തും ഞാൻ, രണ്ട് പ്രാവശ്യവും ഞാൻ വരും. എന്തിന്? ആത്മാനം സൃജാമി ഹി, എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആരാ സൃഷ്ടിക്കുന്നത്? ഞാൻ തന്നെയാ സൃഷ്ടിക്കുന്നത്. എന്നെ ഞാൻ സൃഷ്ടിച്ചോളും ആ സമയത്തൊക്കെ എന്നാണ്. ഇതിനപ്പുറം എന്താ വേണ്ടത്? തഥാത്മാനം സൃജാമ്യഹം. എവിടെയാ ഈ ജന്മം ഉണ്ടാവേണ്ടത്? ലോകത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നന്മ കെടുത്തപ്പെടുകയും തിന്മ ഉയർത്തപ്പെടുകയും ചെയ്യുമ്പോ എന്റെ ആത്മാവിൽ ജനിക്കേണ്ടുന്നതാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. ആ ഭഗവാൻ എന്റെ ആത്മാവിൽ ജനിക്കേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ യഥാഹി ധർമ്മസ്യ, എവിടെ, അത് എന്റെ പ്രശ്നമല്ല. ആരോ വഴക്ക് പറയല്ലേ, ഞാൻ എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിക്കരുത്. നല്ലൊരു വ്യക്തി ആരെങ്കിലും കുറ്റം പറയുമ്പോ അത് എന്റെ ബന്ധു അല്ലല്ലോ, എന്റെ മാഷല്ലല്ലോ എന്ന് തോന്നരുത്. അവരിൽ എന്തെങ്കിലും നന്മ കാണുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കേണ്ട നമ്മുടെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ഭഗവാൻ എന്ന് ഭഗവാൻ നമ്മൾ ഓർമ്മിക്കുക. അപ്പൊ അർജുനനും കൃഷ്ണനും അല്ല അവിടെ ഉള്ളത്. ഓരോ വ്യക്തിയും, ആ അർജുനൻ എന്ന എന്റെ കർമ്മം എന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എനർജി ആയിട്ട് പുറത്തു വരേണ്ടത് അർജുനനാണ്. എന്റെ കൈയാണ്, എന്റെ കാതാണ്, എന്റെ മൂക്കാണ്, എന്റെ ചെവിയാണ്, എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ അർജുനന്റെ രൂപത്തില് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുണ്ടായി. എന്റെ ആത്മാവിന്റെ ഉള്ളിൽ ആ തോന്നലുണ്ടായി, എന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായി. അത് വർക്കാക്കി മാറ്റണം. ആ ജ്ഞാനം കൃഷ്ണൻ തരുമ്പോ കർമ്മമായിട്ട് അർജുനൻ മാറ്റി. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, സന്യാസത്തിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ എന്റെ ചുറ്റുമുള്ള ആർക്കെങ്കിലും, നല്ല വ്യക്തികൾക്ക് ഗ്ലാനി സംഭവിക്കുമ്പോഴും മോശം വ്യക്തികൾക്ക് ഉയർച്ച സംഭവിക്കുമ്പോഴും അതിന് കാരണക്കാരായിട്ടുള്ള മോശം വ്യക്തികളെ ആരൊക്കെയാണോ അവരൊക്കെ തട്ടിക്കൊള്ളണം എന്നാണ്. അവരൊക്കെ ആ ജന്മം എന്റെ ഉള്ളിൽ ഉണ്ടാവേണം എന്ന് ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതി. ഈ ഭാരതത്തില് എന്നല്ല പറയേണ്ടത്. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു സംസ്കൃതം അധ്യാപിക ബാംഗ്ലൂരിൽ നിന്ന് ഇതിന്റെ ട്രാൻസ്ലേഷൻ അയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവരാണ് ഇപ്പൊ പഠിപ്പിക്കുന്ന സംസ്കൃതം അധ്യാപകർ. ഭാരതത്തിൽ, ഇന്ത്യയിൽ അതിന്റെ ഗ്ലാനി സംഭവിക്കുമ്പോ എന്നാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ എനിക്ക് അയച്ചത്. ഗ്ലാനിർഭവതി ഭാരത ഏ അർജുന എന്ന് പറയുമ്പോൾ അർജുനൻ, ഭാരതത്തിലുള്ള ഓരോ വ്യക്തിയും, ലോകത്തിലുള്ള ഓരോ വ്യക്തിയും, ആത്മാർത്ഥതയുള്ള ഓരോ വ്യക്തിയും, ആത്മാവിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതാണ് ആത്മാർത്ഥത. ആത്മാവിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതിനാണ് ആത്മാർത്ഥത. ആ ആത്മാർത്ഥതയുള്ള വ്യക്തികൾ ആത്മാവില് ജനിക്കേണ്ടതാണ്. ആ ഒരു തോന്നൽ, ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി വേണം ഈ പ്രാർത്ഥന. അത് ഭാരതത്തിലുള്ളവരാവണമെന്നില്ല, ആർക്കും ഉണ്ടാവാം, ലോകത്തിലുള്ള ആർക്കും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകമാണ്. ആരെ ഉപദ്രവിക്കുമ്പോഴും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിന്റെ സ്വമേധയാ കേസ് എടുക്കുക, അല്ലെ, സോമോട്ടെ കേസ് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ റെസ്പോൺസിബിലിറ്റി. അത് മാത്രമല്ല, അങ്ങൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്, പ്രത്യേകിച്ചും ഫിസിക്സ് ഒക്കെ ആണല്ലോ അങ്ങയുടെ വിഷയം. നമ്മള് ഫിസിക്സിലൊക്കെ പറയുന്ന ലീ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ അല്ലെ, whenever the system gets disturbed it will correct itself എന്ന് പറയുന്ന അതേ സന്തുലിതാവസ്ഥ എപ്പോഴൊക്കെയാണോ താളം അവതാളമാകുന്ന അവിടെ തനിയെ തന്നെയാണ് അതിന്റെ സിസ്റ്റം ശരിയാക്കപ്പെടുക എന്ന് പറയുന്ന പോലെ ഭഗവാൻ അവിടെ, അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മലക്ഷ്യമാണ്, നമ്മുടെ ജന്മലക്ഷ്യമാണ്. ലോകത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു ജന്മലക്ഷ്യം എന്ന വാക്ക് ഉപയോഗിക്കാം. ആ ജന്മലക്ഷ്യം 7 മാത്രമല്ല, 7-8 കൂടി വേണം. അടുത്ത ശ്ലോകവും അതിനോട് അനുബന്ധിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്, ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശ്ലോകങ്ങളിൽ ഒന്നാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അടുത്തത് ഭഗവത്ഗീത 4-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സംഭവാമി യുഗേ യുഗേ, യുഗേ യുഗേ സംഭവാമി. യുഗം തോറും ഇത് സംഭവിക്കും. ഏത് സംഭവിക്കും? ഞാൻ ജന്മെടുക്കുന്നുള്ള അർത്ഥം എടുക്കണ്ട. ഓരോ ദിവസവും, ഓരോ നിമിഷവും ഓരോ യുഗമായിട്ട് മാറും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ നന്മ
അതിന്റെ ചേതനയേറ്റ് നശിച്ച് അത് പുറത്ത് കാണാൻ സംഭവിക്കാത്ത നടക്കുമ്പോൾ ചെറിയ സമയം പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ യുഗങ്ങളായിട്ട് നമുക്ക് തോന്നും. ആ സമയത്തൊക്കെ നമ്മളെ കുടഞ്ഞ് എഴുന്നേക്കേണ്ടതാണ് നമ്മുടെ ബോധം, നമ്മുടെ ആത്മാവ്. അതാണ് എന്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ജന്മലക്ഷ്യം അതാണ്. എന്ത്? സാധൂനാം പരിത്രാണായ, സാധുക്കളെ, സന്മാർഗികളെ എവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ ത്രാണം ചെയ്യണം. അവരൊക്കെ രക്ഷിക്കാൻ സാധിക്കണം. ആര്? ബാക്കിയുള്ളവർ രക്ഷിക്കണം എന്നാണ്. അപ്പൊ ഏതൊക്കെ സാധുക്കൾക്ക് ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ പോകേണ്ട അവസരം വരുമോ അവിടെയൊക്കെ അവരെ രക്ഷിച്ച് അവരെ കൊണ്ടു നടക്കാനുള്ള ഒരു ഉണർവ് നമ്മളിൽ ഉണ്ടാവണം. ദുഷ്കൃതാം വിനാശായ, അതെങ്ങനെ ഉണ്ടാക്കുക? നമ്മള് ദുർജനങ്ങളെ നശിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുക. ദുഷ്കൃതികളെ, ആരൊക്കെയാണോ ദുഷ്കർമ്മം ചെയ്യുന്നത് അവരെയൊക്കെ നശിപ്പിച്ചിട്ട് സാധുക്കൾക്ക് അവരുടെ വഴിയെ പോവാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള അധർമ്മം, അഭ്യുത്ഥാനം, അധർമ്മം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടുത്തെ 2 ലൈൻ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. പിന്നെയോ ധർമ്മ സംസ്ഥാപനാർത്ഥായ, അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ എനിക്ക് സാധിക്കണം. സംഭവാമി യുഗേ യുഗേ, യുഗം തോറും ഞാൻ ജന്മമെടുത്ത് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം, എന്റെ ജന്മലക്ഷ്യം അതാണ്. അത് ഞാൻ ചെയ്തിരിക്കും എന്ന് ഭഗവാൻ പറയുക. ഇത് ഭഗവത്ഗീതയിലെ നമ്മൾ കൃത്യമായിട്ട് ഭഗവാന്റെ ജന്മലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗയുഗങ്ങളിൽ, കാലാകാലങ്ങളിൽ ഞാൻ ജന്മമെടുത്ത് ഇതിനെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യും എന്ന് ഭഗവാൻ പറയുമ്പോ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളില് ഇതിനുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവണം. ഭഗവാന്റെ ഇൻകാർണേഷന്റെ, ജന്മമെടുക്കലിന്റെ ആവശ്യകത പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കും നമ്മുടെ ഉള്ളില് ഈ ഭഗവാന്റെ ചിന്തകൾ ഉണ്ടാവുമ്പോ എവിടെയൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുമോ, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മാർഗം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇതും കൂടി പറഞ്ഞ് ഇന്നത്തെ ഭഗവത്ഗീത ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹം ഉണ്ടാവട്ടെ.